അപ്പം നമ്മളിന്നൊരു തക്കാളിയുടെ പച്ചടിയാണ് വയ്ക്കുന്നത്. കുറച്ച് തക്കാളി മാത്രമേ ഉള്ളൂ, ഞാനത് പീസാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല എളുപ്പത്തിലുണ്ടാക്കാവുന്ന തക്കാളി പച്ചടി. കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങ പോലും ഇല്ലാത്ത കുറച്ച് തേങ്ങയാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ തേങ്ങ മാറ്റി വച്ചിട്ട് ആദ്യം കടുക് വറക്കാം. കടുക് വറക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച് നമ്മൾ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് പതുക്കെ വെളിച്ചെണ്ണ നമുക്ക് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ചൂടായ ശേഷം നമുക്ക് കടുക് താളിക്കാം. കടുക് താളിച്ചിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം നല്ല ടേസ്റ്റാണ്, അറിയാമല്ലോ. ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 2 മുളക്, കാരണം മുളക് ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണെന്നറിയാം. മുളക് ഇല്ലാതെ ഒരു കറിയും നടക്കില്ല. മുളകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിട്ട് നമ്മൾ കറിവേപ്പില ഇപ്പം ചേർക്കുന്നില്ല. അപ്പം മുളക് നമ്മൾ പൊട്ടിയ ശേഷം നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന തക്കാളി ഇടാനായിട്ടാണ്. നന്നായിട്ട് കടുക് വറക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്, എളുപ്പത്തിൽ ട്രൈ ചെയ്യാം. ഞാനതിൽ വേഗത്തിൽ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് തക്കാളി ഇടാം. തക്കാളി പച്ചത്തക്കാളിയുടെ പച്ചടിയാണ്. എനിക്ക് പച്ചത്തക്കാളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ വൈഫിനും അതറിയാം. പച്ചത്തക്കാളിയിൽ ഇത് ലേശം മഞ്ഞളും പിന്നെ കുറച്ച് എരിവ് കിട്ടാനായിട്ട് ഇപ്പോൾ പച്ചമുളകിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ട് ലേശം മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇടാൻ നോക്കുന്നത്. മുളക് പൊടി ഞാൻ അല്ലെങ്കിൽ ഉപ്പ് ചേർക്കണം. കാരണം മുളക് പൊടി ഞാൻ തേങ്ങയിൽ ഇടാം. ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് വെള്ളം ചേർക്കാം. മുളക് പൊടി തേങ്ങയിൽ ഇടുക, കാരണം പച്ചമുളക് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം മുളക് പൊടി നമുക്ക് തേങ്ങയിൽ ഇട്ടിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കും. കാരണം ഉപ്പൊന്ന് പിടിക്കണം കഷ്ണങ്ങളിലേക്കും. സാധാരണ മുളക് പൊടി അങ്ങനെ ചേർക്കില്ല, പച്ചമുളക് അരിഞ്ഞിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. ഇതങ്ങ് അടച്ചു വയ്ക്കാം. നമ്മൾ തേങ്ങ ഒന്ന് അരയ്ക്കാനായിട്ട് ഇടാം. ഇപ്പോൾ തേങ്ങയിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ തേങ്ങ. നമുക്കിത് മുളക് പൊടിയൊന്നും ഇട്ടിട്ടല്ല അരയ്ക്കുന്നത്, പക്ഷേ ഞാൻ മുളക് പൊടി ചേർക്കുന്ന ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് വളരെ കുറച്ച് എരിവ് കിട്ടാനായിട്ട്. കാരണം ഒരു കറി കഴിക്കാൻ നമുക്ക് എരിവൊക്കെ അത്യാവശ്യമായിട്ട് വേണം. അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി വളരെ കുറഞ്ഞ ലെവലിൽ മാത്രം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ജീരകം കൂടെ കുറച്ച് ചേർത്തിട്ട് ഇതിനെ ഒന്ന് അരയ്ക്കാം. അരയ്ക്കാന്ന് പറഞ്ഞാൽ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതി അരയ്ക്കണം. നിങ്ങൾ കണ്ടു നോക്കുക. ലേശം വെള്ളം കൂടെ ചേർത്ത് കുറച്ച് കടുക്, കാരണം ഈ ഇതിന് ഏറ്റവും നല്ലത് കടുക് ഇങ്ങനെ ചേർക്കണം. കടുക് നല്ല ടേസ്റ്റായിട്ട് തന്നെ കടുകും കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കറിവേപ്പില തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഇറങ്ങുള്ളൂ. കറിവേപ്പില നല്ല ടേസ്റ്റോടെ കിട്ടുമെങ്കിൽ ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പം കറിവേപ്പില ഇടുക. ഒന്ന് നന്നായിട്ട് ഇളക്കുക. ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പിടിച്ചിട്ട് ഇനി വേവാനുണ്ട്. അപ്പം ഈ കറിവേപ്പിലയും കൂടെയൊക്കെ വെന്ത് അതിനോട് ചേരും. നമുക്കിനി വീണ്ടും അടച്ചു വയ്ക്കുക. ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വേണ്ട വെള്ളമൊക്കെ ഒന്ന് വറ്റി, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം വറ്റി. നമുക്ക് തേങ്ങ നമ്മൾ നേരത്തെ കടുകൊക്കെ ഇട്ടാണ് അരച്ച് വെച്ചേക്കുന്നത്. ആ തേങ്ങ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ലൂസാക്കി വെച്ചിട്ട് നമ്മൾ ഇതിലൊരു ഒഴിക്കുകയാണ്. ഒഴിച്ച് കഴിഞ്ഞത് കുഴപ്പമില്ലാത്ത ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എരിവൊന്നും വലുതായിട്ടില്ല, കാരണം ലേശം മുളക് പൊടിയിൽ ഞാൻ ചേർത്തിട്ടുള്ളൂ. പച്ചമുളക് ഇല്ലാത്തതാണ്. പച്ചമുളക് ചേർക്കേണ്ടതാണ് താല്പര്യം. പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട്, കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടാണ് അരച്ചത്. പക്ഷേ എങ്കിലും ആ ചുവന്ന കളറൊന്നും കിട്ടിയിട്ടില്ല, മഞ്ഞ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കി ചേർക്കാം. ഇളക്കി ചേർത്ത ശേഷം ഒന്ന് ചൂടാവണം. ഈ തേങ്ങയുടെ ഇതൊന്ന് മാറായിട്ട്. ഇപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവ് വന്നുകൊണ്ട് നമ്മളിപ്പോൾ വെള്ളമൊക്കെ ചേർത്തല്ലേ, ഇപ്പോൾ ഉപ്പിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. ഉപ്പ് ടേസ്റ്റ് നോക്കിയപ്പം ഉപ്പിച്ചിരി കുറവുണ്ട്. ഇനിയിപ്പോൾ തൈരും കൂടെയൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കാണ് ആ വ്യത്യാസം വരുന്നത്, ഉപ്പ് കുറവ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഒന്നും കൂടെയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് എളുപ്പത്തിൽ കഴിയുന്നതാണ്. കുറച്ച് നല്ല കട്ട തൈര്, നല്ല പച്ചടിക്ക് തൈരും കൂടെ ആകുമ്പോൾ വലിയ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ തൈരും കൂടെ ചേർത്ത്, മാക്സിമം തൈര് നമ്മൾ പാത്രത്തിൽ നിന്ന് എടുത്ത് അത് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി. പണി കഴിഞ്ഞു, പെട്ടെന്ന് തീരുന്ന പണിയാണ് ഞാൻ എടുത്ത് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇത് തൈരിട്ട് ഇളക്കി ചൂടാക്കി എടുക്കുകയൊന്നും വേണ്ട. തൈര് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ് പച്ചത്തക്കാളിയുടെ പച്ചടി. അപ്പോൾ അതിന് പച്ച തക്കാളി തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്.
മാർക്കറ്റിൽ ഇപ്പം ഇഷ്ടം പോലെ കിട്ടും. ചുവന്ന തക്കാളി ആകുമ്പോൾ കറി വ്യത്യാസം വരും. അപ്പം നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക്, അതുപോലെ കമൻറ്റ്, തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പച്ച തക്കാളിയുടെ പച്ചടിയാണ് ഞാൻ വച്ചത്. ഓക്കെ, താങ്ക് യു.